ഇപ്പോൾ ഈ പറയുന്ന പോലെ കോർപ്പറേഷനിൽ പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തുനിന്ന് പ്രതിഷേധിച്ച കൗൺസിലർമാർ അകത്ത് കയറിയതാണോ? ആരാണ് ഈ പ്രതിഷേധിക്കുന്നത്? അതെ സുഹൈൽ, ഇപ്പോൾ വളരെയധികം സമയം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ BJP-യുടെ കൗൺസിലർമാർ മാത്രം വളരെ തന്ത്രപരമായി പോലീസിനോട് ഞങ്ങൾ കൗൺസിലർമാരാണ്, ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഒരു പ്രതിഷേധ സ്വരം എന്നോണം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേയറുടെ ചേംബറിനകത്തേക്ക് ഇപ്പോൾ ഈ BJP സംഘം കടന്നിരിക്കുന്നത്. അവരിപ്പോൾ മേയറുടെ ചേംബറിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം കൗൺസിലർമാർ ഇതിനോടകം തന്നെ മേയറുടെ ചേംബറിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കൗൺസിലർമാരെ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കടത്തിവിട്ടിട്ടുള്ളത്. ദീർഘനേരം അവിടെ പോലീസുമായി വലിയ രീതിയിലുള്ളൊരു വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുപേരെങ്കിലും അകത്തേക്ക് വിടാം, അതായത് കൗൺസിലർമാരെ കടത്തിവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ കൗൺസിലർമാർ മാത്രം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ മേയറുടെ ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ റൂമിനുള്ളിൽ, ചേംബറിനുള്ളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുകയാണ്. മേയർ ഈ വിഷയത്തിലെ കൊലപാതകി മേയറാണ്. സ്വാഭാവികമായിട്ടും മേയർക്കെതിരെയാണ്, ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റം ചുമത്തേണ്ടത് എന്നുള്ളതാണ് BJP-യുടെ ഒരു വാദം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മേയറുടെ ചേംബറിനകത്തേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധം നയിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേയർ ഇവിടെ ഇല്ലേ? മേയർ അവിടേക്ക് വലിയങ്ങാടിയിലേക്ക് പോയതായിരുന്നു. മേയർ അദ്ദേഹത്തിന്റെ ചേംബറിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉള്ളിൽ അദ്ദേഹത്തിന്റെ ചേംബറിനകത്ത് ഇപ്പോൾ BJP നേതാക്കളുണ്ട്. അദ്ദേഹം ഈ ബിൽഡിങ്ങിനകത്തുണ്ടോ, ഈ ചേംബറിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതും പുറത്താണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ജീവനക്കാരൊക്കെ പറയുന്നത്. എന്തായാലും ഒരു വിഭാഗം BJP കൗൺസിലർമാർ ഇതിനോടകം തന്നെ ഇതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് വന്നേക്കും എന്നുള്ളതാണ് അറിയിക്കാൻ കഴിയുന്നത്. അവർ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും കുറ്റക്കാരാരെന്ന ഭരണകർത്താക്കത്തിന് ഇൻട്രോസ്പെക്ഷൻ നടത്തട്ടെ, ആത്മപരിശോധന നടത്തട്ടെ. എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. ഈ പറയുന്ന അപകടത്തിന് കാരണക്കാരൻ കോർപ്പറേഷന്റെ മേയറിന്റെ അനാസ്ഥയാണ്, വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി BJP കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ നിന്ന് ആവോളം വാടക കിട്ടട്ടെ എന്ന് കാത്തുകാത്തിരുന്ന് കെട്ടിടം പൊളിക്കാതെ വെച്ചു. അതിന്റെ ഇരയാകേണ്ടി വന്നത് സാധാരണക്കാരായ രാവിലെ മുതൽ ലോഡെടുത്ത് ഒന്ന് വിശ്രമിക്കാനിരുന്ന 3 തൊഴിലാളികളാണ്. ആ തൊഴിലാളികളുടെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്, ഉത്തരം പറയേണ്ടവരുണ്ട്. നേരത്തെ നമ്മൾ സമാനമായി ഇതുപോലെ തന്നെ എന്നോ കണ്ടം ചെയ്യേണ്ട കെട്ടിടം സ്മാരകം പോലെ നിലനിർത്തിയതിന്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണം നമ്മൾ കണ്ടതാണ്. അന്നും ഈ കണ്ടതുപോലെ പഴകിയ കെട്ടിടങ്ങൾ കണ്ടം ചെയ്യുന്നതിനെ കുറിച്ച്, അത് നശിപ്പിക്കുന്നതിനെ കുറിച്ച്, അത് ഈ പറഞ്ഞതുപോലെ പുനരുദ്ധീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച നടന്നു. അത്തരത്തിൽ ഈ പറയുന്ന ആശുപത്രി കെട്ടിടങ്ങൾ അടക്കം പഴകിയതുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അധികാരതലത്തിൽ ഉത്തരവ് വന്നു. ആ ഉത്തരവൊന്നും എവിടെയും എത്തുന്നില്ല. വീണ്ടും കെട്ടിടം തകർന്ന്, അതും ഈ പറയുന്നത് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്ന് വീണ്ടും 3 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. നിഖിൽ പ്രമേശാണ് വീണ്ടും നമ്മോടൊപ്പം ചെയ്തത്. നിഖിൽ, ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്ന് അറിയാൻ ഒരുപാട് പേപ്പർ കെട്ടുകൾ നോക്കേണ്ട കാര്യമില്ല. ആ കെട്ടിടത്തിന്റെ പുറം കണ്ടാൽ തന്നെ അറിയാം അതിന് നല്ല പഴക്കമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ, ഈ പറഞ്ഞതുപോലെ മാറി മാറി വരുന്ന ഭരണസമിതിക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നതിൽ യുക്തിയില്ല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പാസ്പോർട്ട് ഓഫീസൊക്കെ മാറ്റി പുതിയ പാസ്പോർട്ട് ഓഫീസ് വന്നിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഈ പൊളിക്കണമെന്ന് ഉത്തരവുള്ള കെട്ടിടം പൊളിക്കാതെ വാടക വാങ്ങിയതിലെ കോർപ്പറേഷന്റെ വിശദീകരണം എന്താണ്? സുഹൈൽ, ആദ്യം ഈ മേയർ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് കാര്യങ്ങൾ വിശദമായി പഠിക്കട്ടെ, അതിനുശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താം എന്നുള്ളതായിരുന്നു. ഈ കെട്ടിടത്തിന് അനുമതി നൽകിയത് എങ്ങനെ? അവിടെ എപ്പോഴും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾക്ക്, ഈ പുതിയ സ്ഥാപനങ്ങൾക്കൊക്കെ അനുമതി നൽകിയതെന്നുള്ള കാര്യം പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ സ്ഥാപനങ്ങൾക്കൊക്കെ NOC നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മേയറുടെ ചേംബറിൽ, അദ്ദേഹത്തിന്റെ ടേബിളിന് മുകളിൽ കറുപ്പ് തുണി വിരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് BJP നേതാക്കൾ. അവരിപ്പോൾ ഈ ചേംബറിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ കറുപ്പ് തുണി, ഈ പറയുന്ന കെട്ടിടത്തിന് ഇപ്പോഴും ഫിറ്റ്നസ് ഉണ്ടെന്നാണോ ഈ പറയുന്ന കോർപ്പറേഷൻ മേയർ പറയുന്നത്?
അദ്ദേഹം അല്പസമയം മുൻപ് ഈ ബീച്ച് ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, ഒരു പരിശോധനയ്ക്ക് ശേഷം അത് ഫിറ്റ്നസ് നൽകാം എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കൗൺസിലർ ഇവിടെ ഇല്ല, അതായത് ക്ഷമിക്കണം, മേയർ ഇവിടെ ഇല്ല. കൗൺസിലർമാരെല്ലാവരും തന്നെ മേയറുടെ ചേംബറിൽ കയറി ആ ചേംബറിന് മുകളിൽ ഒരു കറുപ്പ് തുണി വിരിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയെയും മേയറെയും, കോർപ്പറേഷൻ സെക്രട്ടറിയെയും മേയറെയും നേരിട്ട് പ്രതിഷേധം അറിയിക്കും. മേയറാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൗൺസിലർമാർ ഒന്നടങ്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മേയറുടെ ചേംബറിലേക്ക് എത്തിച്ചേർന്നത്? ഏത് സാഹചര്യത്തിലാണ്? മേയർ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നതാണ്. 3 പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. മേയറെ ആരും ഇവിടെ കാണുന്നില്ല. അപ്പൊ അത് ജനങ്ങളെ ഈ രീതിയിൽ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഏത് രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയും ഇനി ഇങ്ങനെ സംഭവം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ കോഴിക്കോട് വർഷങ്ങളായിട്ട് തീപിടുത്തം, അതുപോലെ ജനങ്ങൾ മരിക്കുന്നു, പല രീതിയിലുള്ള, ഇതൊക്കെ കോർപ്പറേഷന്റെ അനാവസ്ഥയാണ്. കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തിന്റെ പിഴവ് കൊണ്ടാണ് ഈ രീതിയിലുള്ള അപകടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള അപകടങ്ങൾ നടക്കുന്നത്. നിങ്ങളെ ജില്ലാ അധ്യക്ഷനെ നിലത്തിട്ട് വലിച്ചഴക്കുകയാണ്. അതെ. ഇവിടെ ഇതൊരു CPM-ന്റെ അജണ്ടയാണ്. BJP പ്രതിഷേധിക്കുമ്പോൾ അതിന്റെ നേതാക്കളെ അടിച്ചു തള്ളുക, അടിച്ചൊതുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. BJP-ക്കാരെ അടിച്ചൊതുക്കാൻ വേണ്ടി ജില്ലാ അധ്യക്ഷനെ വരെ മേച്ഛമായ രീതിയിലാണ് പോലീസ്, അത് CPM-ന്റെ പോലീസാണ് ഇത് നടത്തുന്നത്. അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൂടിയാണ് ഇത്. മേയർ വരുന്നവരെ ഇവിടെ തുടരാനാണോ തീരുമാനം? എന്താണ് തീരുമാനം? മേയർ വരുന്നവരെ തീരുമാനം അല്ലെ, നമ്മുടെ തീരുമാനം മേയർ വരുന്നവരല്ലേ. ഓക്കെ, ഇവരെ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേയർ ഈ പറഞ്ഞതുപോലെ അപകടം നടന്ന ഉടൻ വലിയങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്, ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അപകടത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഈ പറഞ്ഞതുപോലെ കെട്ടിടം പൊളിക്കാൻ ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നോ? പ്രവർത്തിച്ചത് ഫിറ്റ്നസ് ഉള്ള കെട്ടിടമായിട്ടായിരുന്നു? അങ്ങനെ ഈ കെട്ടിടത്തിന്റെ ഒരു കാലപ്പഴക്കം, അതിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് നമുക്ക് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കെട്ടിടങ്ങൾ സംബന്ധിച്ച് കോർപ്പറേഷന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. അതായത് ഈ കെട്ടിടം സുരക്ഷാ ഭീഷണിയുള്ള കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ഉറപ്പായും ഇത് പൊളിച്ചു നീക്കണം എന്ന് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തുകയും അതിനുവേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതുമാണ്. കോർപ്പറേഷൻ പൊളിക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന 8 കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ഈ കെട്ടിടം. അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ പൊളിച്ചു മാറ്റാൻ നിശ്ചയിച്ചിരുന്ന 8 കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ഈ കെട്ടിടം. പക്ഷേ 2 വർഷത്തോളം അത് നീങ്ങി. പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗം ഇത് പരിശോധിച്ചപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള സുരക്ഷാ ഭീഷണി ഇല്ല എന്ന് മനസ്സിലാക്കി. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സ്ഥാപനങ്ങൾക്കടക്കം അവിടെ അനുമതി നൽകിയത് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ നൽകുന്ന ഒരു വിശദീകരണം. അത് യാതൊരു കാരണവശാലും അത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തൊരു വിശദീകരണമാണത്. കാരണം ആ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം അത് ജീർണാവസ്ഥയിലാണെന്നും അതിന്റെ പല ഭാഗങ്ങളും കമ്പിയടക്കം പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു നിലയ്ക്കും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ കഴിയാത്തതാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ എന്താണ് കോർപ്പറേഷന്റെ ആ കാര്യത്തിലെ യുക്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഇപ്പോൾ കൂടുതൽ കൗൺസിലർമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കൗൺസിലർമാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ആവശ്യപ്പെട്ടപ്പോഴും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ തുച്ഛമായിട്ടുള്ള ലൈസൻസിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അധപ്പതിച്ചിരിക്കുകയാണ്. നമ്മുടെ വേദന കൊണ്ടാണ് നമ്മളെ മേയർ റൂമിലേക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം മേയറെ കണ്ടിട്ട് അതിനുള്ള ഫിറ്റ്നസ് ആരാണ് കൊടുത്തത് എന്ന് നമുക്കറിയണം. അതൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ ഗേറ്റിൽ നിന്ന് ആ പൊരി വെയിൽ കൊണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് അതിനൊരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് കൗൺസിലർമാരായ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതിന് പോലീസ് നമുക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും പോലീസ് അവസാനം നമ്മളിങ്ങോട്ട് കയറാൻ വേണ്ടി, കൗൺസിലർമാരെ കയറാൻ വേണ്ടി സമ്മതിച്ചു. ഇപ്പം പോലീസ് വന്ന് നമ്മളുടെ ആവശ്യപ്പെടുന്നത് മേയർ ഇവിടെ ഇല്ല, ആ സ്ഥിതിക്ക് നിങ്ങൾ സമാധാനപരമായിട്ട് പിരിയണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രവർത്തകന്മാര് അറസ്റ്റിന് വിധേയരാവണം, എല്ലാവരും നമ്മളെ കൗൺസിലർമാര് അറസ്റ്റിന് വിധേയരാവണം. BJP കൗൺസിലേഴ്സിനോട് ഇപ്പോൾ അറസ്റ്റിന് വിധേയരാകണം എന്നുള്ള നിർദ്ദേശം അവരുടെ
പാർട്ടി നേതാവ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇവിടെ നിന്ന് കൂടുതൽ സമയം ഇങ്ങനെ മേയറുടെ ചേംബറിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ഭീഷണിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സമാധാനപരമായ അറസ്റ്റ് വരിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം പോലീസ് ഇപ്പോൾ BJP നേതാക്കളുമായി സംസാരിക്കുകയും അത്തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കോർപ്പറേഷനെതിരെ ഉയരുന്നത്. ഈ കേവലം ഒരു മാസം മുൻപ് അധികാരത്തിൽ വന്ന ഭരണസമിതിയല്ല, സമീപകാലത്തെ മുഴുവൻ ഭരണസമിതികളും ഇതിന് ഉത്തരവാദികളാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. വലിയ വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ചില കൗൺസിലർമാർ ഇവിടെ തന്നെ കുത്തിയിരിക്കുമെന്നുള്ള വാദം ഉന്നയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.